ഈ പുള്ളിക്കാരെ അറിയാത്തവർ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളിക്കാരുടെ പേര് ആരതി കൃഷ്ണ എന്നത്, ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അതായത് പുള്ളിക്കാരി ഒരു ഫീമെയിൽ ബോഡി ബിൽഡറാണ്. പുള്ളിക്കാരി ഇത് നോർമലി ഇനോഗ്രേഷൻ പോട്ട് അങ്ങനത്തെ സെറ്റപ്പ് ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരിക്ക് അനുഭവപ്പെട്ട, അതായത് ഓൺലൈൻ മീഡിയാസ്, അതായത് എല്ലാ ഓൺലൈൻ മീഡിയാസ് അല്ല, ചില ഓൺലൈൻ മീഡിയാസ് എടുത്തു വെച്ച വീഡിയോസ് കാരണം പുള്ളിക്കാരിക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ അവസ്ഥ എന്ന് പറയണ്ടേ? ആ പുള്ളിക്കാരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അത്താണിയിൽ. അപ്പോൾ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് ശേഷം കുറേ വീഡിയോസ്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. പക്ഷേ കഴിഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോസ് ഞാൻ പോലും അറിയാതെ എന്നെ വേറൊരു കാറ്റഗറിയിലോട്ട് ആക്കുന്ന പോലെയുള്ള വീഡിയോസായിരുന്നു പുറത്ത് വന്നത്. അത് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരാളെ അല്ല, അങ്ങനെ എന്നെ ആക്കാൻ ശ്രമിക്കല്ലേ എന്ന് ഞാൻ എല്ലാ വീഡിയോസിനോടും പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം, അതായത് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ലേന്ന്. അങ്ങനെയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു ഇതേപോലൊരു മീഡിയാസ് നടത്തിയ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ഡ്രസ്സ് കൊളാബാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സോ ഇല്ലെങ്കിൽ എൻ്റെ സപ്ലിമെൻറ്റ്സോ ഒന്നും തന്നെ കൊളാബോ ഇല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ ഒന്നുമല്ല, എൻ്റെ ചിലവുകളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട് ഒരിക്കലും ചീപ്പായിട്ടുള്ളൊരു സ്പോർട്ടല്ല. ഭയങ്കര എക്സ്പെൻസീവ് പിടിച്ചൊരു സ്പോർട്ടാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേകിച്ച് ഇതേപോലെ പാവപ്പെട്ട ഇത് വീട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ് ഈ സാധനം. അത് ഇതേപോലെ ഒരു ഫീമെയിൽ ബോഡി ബിൽഡർ വരുന്നത് തന്നെ അത് നല്ലൊരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതായത് അതേപോലത്തെ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല. കുറേ വർഷത്തെ കഠിന അധ്വാനവും വേണം, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ വേണം. ഈ പുള്ളിക്കാരി ഇതേപോലെ ഇനോഗ്രേഷനിൽ പോകുന്ന സമയത്ത് ഈ പുള്ളിക്കാരി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതേപോലെ ഇനോഗ്രേഷൻസിലൊക്കെ പോയിട്ട് പുള്ളിക്കാരി ഇതേപോലെ ഫ്ലെക്സ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരുടെ ബോഡിയൊക്കെ കാണിച്ച് ജിമ്മിലൊക്കെ ഇനോഗ്രേഷൻ ചെയ്യുന്ന മെയിനായിട്ട് ജിമ്മിലും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതേപോലെ പ്രോട്ടീൻ ഷോപ്സ്, ജിംസ്, അങ്ങനെ എന്തെങ്കിലും ഇനോഗ്രേഷൻ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി മെയിനായിട്ട് ഇനോഗ്രേഷൻ പോകുന്നത്. ഇതേപോലെ ഒരു ഇനോഗ്രേഷൻ പോയ സമയത്ത് പുള്ളിക്കാരി ഇതേപോലത്തെ ഈ ഇടയ്ക്ക് ഇനോഗ്രേഷൻ പോയ സമയത്ത് ഒരു ഓൺലൈൻ മീഡിയ പുള്ളിക്കാരി വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുള്ളിക്കാരി കുറേ മിഷൻസിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കാണിക്കും. വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ പുള്ളിക്കാരുടെ ഷൂസ് ഇടുന്ന സമയത്ത് വേണ്ടാത്ത രീതിയിൽ, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഈ പുള്ളിക്കാരി ആരതിയുടെ കേസ് മാത്രമല്ല, അതായത് ഏതൊരു സെലിബ്രിറ്റിയും ഇപ്പോൾ ഒരു നടക്കുന്ന സമയത്തും ക്യാമറ പൊക്കിയാണ് എടുക്കുന്നത്. അതായത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നീലക്കുയിൽ പോലത്തെ ചാനൽ, അതായത് ആദ്യം ഭയങ്കര വിമർശനമായിരുന്നു നീലക്കുയിൽ പോലത്തെ ചാനൽ. അതായത് അവരുടെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നെഗറ്റീവ് ഇത് കിട്ടിയിട്ടുള്ളൊരു ചാനലാണ് നീലക്കുയിൽ. അത് നീലക്കുയിലാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് നീലക്കുയിലല്ല ഞാൻ പറഞ്ഞത്, അതേപോലത്തെ വേറെ കുറേ ചാനൽസ് അതായത് നല്ലതായിട്ട് അതായത് ഇതേപോലെ നല്ല രീതിയിൽ ഇതേപോലെ ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്നവരുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് ചില നരമ്പന്മാർ, അതായത് ഇതേപോലെ ചെയ്യുന്ന ചിലവന്മാരുണ്ട്. അവന്മാരെക്കുറിച്ചാണ് ഈ പ്രത്യേകിച്ച് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതായത് ഒരു ഫീമെയിൽ ബോഡി ബിൽഡർ, അത് പുള്ളിക്കാരി ഒന്ന് ജസ്റ്റ് കുഞ്ഞ സമയം ജസ്റ്റ് ഒന്ന് കുഞ്ഞ് ഈ ഷൂസൊക്കെ ഇടുന്ന സമയത്ത് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് അത് സൂം ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നത് വളരെ വലിയൊരു തെണ്ടിത്തരമാണ്. എന്തായാലും അതിനെക്കുറിച്ച് രംഗത്തായിട്ടാണ് പുള്ളിക്കാരി ഈ വീഡിയോയിൽ വന്നത്. പുള്ളിക്കാരി കുറേ പേര് ഈ അതേപോലത്തെ വീഡിയോസ് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് എന്തിനാ ആ ടൈപ്പ് ഡ്രസ്സ് ഇട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരി ഈ ബോഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതായത് മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ കാണിക്കാനാണ്, അല്ലാണ്ട് അത് പർദ്ദയിട്ട് ഇത് മൂടി വെക്കാനല്ല. പുള്ളിക്കാരി അത് കാണിക്കാനായിട്ടാണ് പുള്ളിക്കാരി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ബോഡി പുള്ളിക്കാരിക്ക് ഫ്ലെക്സ് ചെയ്യുന്നത്, അതായത് ഈ പുള്ളിക്കാരി കാണാൻ വരുന്ന ആൾക്കാർ ഈ മസിൽസ് കാണിക്കാൻ പറ്റുന്ന ഫ്ലെക്സ് ചെയ്യുന്ന കാണിക്കുന്ന ആ ടൈപ്പ് ഡ്രസ്സസേ പുള്ളിക്കാരിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പുള്ളിക്കാരി ഇടുന്ന ഡ്രസ്സസ് ശ്രദ്ധിച്ചാലും അത് പുള്ളിക്കാരിയുടെ മസിൽസൊക്കെ വ്യക്തമായി നമുക്ക് വിസിബിൾ ആവും. ഇതേപോലെ ലെഗ്സിൻ്റെ മസിൽസൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പായിട്ടുള്ള ഡ്രസ്സസ് ഇട്ടാൽ മാത്രമേ പുള്ളിക്കാരിക്ക് അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. അതായത് ഇപ്പോൾ പുള്ളിക്കാരി കാണാൻ പോകുന്ന ഒരാൾക്കാരാണെങ്കിലും പുള്ളിക്കാരി ഫ്ലെക്സ് ചെയ്യുന്നത് കാണാനായിട്ടാണ് പകുതി ആൾക്കാരും പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫീമെയിൽ ബോഡി ബിൽഡേഴ്സ് വളരെ ചുരുക്കമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഫീമെയിൽ ബോഡി ബിൽഡേഴ്സ് ഇത്രയും ബൾക്കായിട്ടുള്ള ഫീമെയിൽ ബോഡി ബിൽഡേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ പുള്ളിക്കാരി കാണാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ പുള്ളിക്കാരി മസിൽസ് ഒക്കെ ഫ്ലെക്സ് ചെയ്യുന്ന സമയത്തായിരിക്കും പുള്ളിക്കാരിക്ക് കൂടുതൽ പ്രൊമോഷൻസ് വരുന്നത്. അത് ഇതേപോലെ യുണീക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇനിയും പ്രൊമോഷൻസ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി കംപ്ലീറ്റ്ലി മസിൽസ് ഒക്കെ കവറപ്പ് ചെയ്തിട്ട് ടൈപ്പായിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നോഗ്രേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് പുള്ളിക്കാരി ഒരു ബോഡി ബിൽഡറിൻ്റെ മെയിൻ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബിൽഡറിനെ ഷോക്കേസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലാണ്. ആ മസിൽ കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അയാൾ ആ ഒരു ഇന്നോഗ്രേഷന് പോയിട്ട് കാര്യമില്ല. പുള്ളിക്കാരിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി ഫീമെയിൽ ബോഡി ബിൽഡറാണ്. പുള്ളിക്കാരിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അതിനെ ഈ ഒരു വൃത്തിയായിട്ട രീതിയിലെടുത്ത് ഇതേപോലത്തെ രീതി കാണുന്നത് വളരെ തെറ്റായി കഴിയും. ഇതൊരു സ്പോർട്ടാണ്. ആ സ്പോർട്ട് എന്ന് വെച്ചാൽ ചെറിയ ചില്ലറ സ്പോർട്ടൊന്നുമല്ല, ഭയങ്കര എക്സ്പെൻസീവ് സ്പോർട്ട് തന്നെയാണ്. അതിനെ റെസ്പെക്ട് ചെയ്യേണ്ട രീതിയിൽ റെസ്പെക്ട് ചെയ്ത് കൊടുത്തേ പറ്റൂ. നമുക്ക് എല്ലാം നമ്മൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരുന്നതിൽ ഞാനെന്തോ അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എൻ്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ നെക്ക്, അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്കായിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസിൽ ക്ലോസപ്പിൽ എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷേ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്. അപ്പം ഇതിപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം എൻ്റെ അമ്മ കാണുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ബി ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്ക് അറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചെറ്റത്തരം എന്ന് പറയും. അതായത് അവർ ഒരു സ്പോർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവർ ഇന്നോഗ്രേഷനായിട്ട് വന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനോഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നോർമലി റിബൺ കട്ട് ചെയ്തതിന് ശേഷം മിഷൻസ് ഒക്കെ ഒന്ന് കളിക്കും. അത് മിഷൻസിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഇന്നേപോലെ ചെസ്റ്റ് പ്രസ് ആണെങ്കിലും ഇന്നേപോലത്തെ ഷോൾഡർ പ്രസ് അങ്ങനത്തെ കുറേ മിഷൻസിൽ വന്നിരുന്ന് പുള്ളിക്കാരി മിഷൻസിൽ ഇരുന്ന് കളിക്കും. അതിനുശേഷം നമ്മുടെ ഡ്രസ്സസ് പുള്ളിക്കാരി ബ്ലാക്ക് ഡ്രസ്സായിരുന്നു ഇട്ടത്. അതിനുശേഷം പുള്ളിക്കാരി ഷൂസും ചെരുപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ഇടാനായിട്ട് ഒന്ന് കുനിഞ്ഞിടുന്ന സമയത്ത് അതിൻ്റെ അകത്തൂടെ സൂം ചെയ്ത് കുറേ എണ്ണവന്മാർ ഫുൾ സൂമോടെ പുള്ളിക്കാരിയുടെ എല്ലാ സൂം ചെയ്യുന്ന ഭാഗം മാത്രം നല്ല രീതിയിൽ എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് പബ്ലിഷ് ചെയ്തു. വളരെ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അതായത് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ നല്ല A ക്ലാസ് ചെറ്റത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. നിങ്ങളൊരു മീഡിയക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും കവർ ചെയ്യാനുള്ളതല്ല. നിങ്ങൾ അവിടെ പോയിരിക്കുന്നില്ല, നിങ്ങൾ അവിടെ ഒരു ഇന്നോഗ്രേഷന് പോയിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അവർ തന്നെ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരുടെ ഡ്രസ്സസ് ബാക്കി ഇത്രയും ക്രൗഡായിട്ടുള്ള ആൾക്കാരെ ടെൻഷനായിരിക്കും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഒരു സ്പോർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതായത് ഇതേപോലത്തെ അതായത് നിങ്ങൾ അവിടെ നിൽക്കുക, ഓൺലൈൻ മീഡിയയായിട്ട് നിൽക്കുക. ഇതേപോലെ നിങ്ങളിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? എക്സ്ക്യൂസ് മീ, ഇതേപോലത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, കുനിയുന്ന സമയത്ത് ഡ്രസ്സ് കാണുന്നുണ്ട്, എക്സ്പോസ് ചെയ്യുന്നുണ്ടെന്ന് ഒരു മാന്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. അത് ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണോ മര്യാദ? അത് ഇതേപോലെ പുള്ളിക്കാരി പോലും അറിഞ്ഞിട്ടില്ല. അത് നമ്മുടെ സമ്മതം ഇല്ലാണ്ട് നമ്മുടെ ഒരാളുടെ വീഡിയോ അതേപോലെ ഭയങ്കരമായിട്ട് സെക്ഷുവലൈസ് ചെയ്ത് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഈ സോഷ്യൽ മീഡിയ ചില ഓൺലൈൻ മീഡിയാസ് ഇതേപോലത്തെ ചെയ്യുമ്പോഴേക്കും നമുക്കത് ഫീലിംഗ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഈ വീഡിയോ എടുത്ത് തന്നെ പുള്ളിക്കാരുടെ അമ്മ കാണുന്നുണ്ടാവും, ഫാമിലീസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തുമാത്രം ഇതുണ്ടായിട്ടുണ്ടാവും. അതൊന്നും ഇവർക്ക് ചിന്തിക്കാനുള്ള ഇത് വേണ്ട. ഇവർക്ക് മറ്റേ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റീച്ച് മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ആയിട്ട് ഡ്രസ്സ് മറ്റേ ബ്ലാക്ക് ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ ടൈപ്പ് ഡ്രസ്സാണ് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. അതിനകത്ത്
പുള്ളിക്കാരി മിക്ക സമയത്തും, അതായത് മിക്ക ഇനോഗ്രേഷൻ വരുന്ന സമയത്ത് ഈ ടൈപ്പായിട്ടുള്ള മോഡൽ ടൈപ്പായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത്. പിന്നെ പുള്ളിക്കാരി ഇന്നത്തെ വ്യക്തമായി പറയുന്നുണ്ട് പ്രോട്ടീൻ വേറെ കൊളാബ്സോ ഇപ്പോൾ പുള്ളിക്കാരി എടുക്കുന്ന ഫുഡ്സിനാണെങ്കിലും ഡ്രസ്സസിനാണെങ്കിലും ആദ്യ കാലഘട്ടത്തിലാണെങ്കിൽ പുള്ളിക്കാരി അധികം കൊളാബില്ലായിരുന്നു. പുള്ളിക്കാരി തന്നെയാണ് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് പുള്ളിക്കാരി ഓരോ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോഡി ബിൽഡർ ഇതേപോലെ താഴേന്ന് വന്ന് പുള്ളിക്കാരിയുടെ കരിയർ ബിൽഡ് ചെയ്ത് അത്ര എത്തിച്ചിട്ട് അത്ര നല്ല ഹാർഡ് വർക്കോടെ ഉള്ള ഒരു സ്പോർട്ടാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരാളെ ഇതേപോലെ അടിച്ചമർത്തുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതേപോലെ പുള്ളിക്കാരിക്ക് ഒരു ദുരനുഭവം വന്നു, പുള്ളിക്കാരിക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അതായത് ആർക്കൊക്കെ ഈ വീഡിയോസ് സ്പ്രെഡായെന്ന് പോലും പുള്ളിക്കാർക്ക് അറിയാൻ പാടില്ല. ഈ പുള്ളിക്കാരുടെ കാര്യമല്ലേ, ഇഷ്ടം പോലെ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഒരു ആക്ടർ ഇപ്പോൾ ഒരു എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എപ്പോഴും ക്യാമറ മേളിൽ നിന്ന് അവരെ വണ്ടി കയറുക, അവരുടെ എന്തെങ്കിലും ഇത് വരികയാണെങ്കിലോ അങ്ങനെ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവ്യൂ എടുക്കുന്ന നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇൻ്റർവ്യൂ എടുക്കുക. അതായത് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ, അതായത് അവർക്ക് മാത്രം അവരുടെ പ്രൈവറ്റ് പാർട്സിനെയൊക്കെ സൂം ചെയ്തുകൊണ്ട് എടുക്കുന്ന രീതി ശരിയല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മളെപ്പോഴാണ് ഒന്ന് താഴേക്ക് വീഴുക അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാനൊരു അവസരം നോക്കി നടക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം നേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റേതായ ഒരു ലോകത്ത് വളരെ സമാധാനമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ സ്വന്തം മോളെ കുറിച്ച് ഇതേപോലത്തെ ചിത്രിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് ആർക്കായാലും വിഷമം വരും. പുള്ളിക്കാരി ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറഞ്ഞൊരു ഓൺലൈൻ മീഡിയയിൽ പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. കമന്റ് ചെയ്ത് ഇതാക്കാൻ വരില്ലേ, പക്ഷെ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്, മൊത്തത്തിൽ ഡിസപ്പോയിന്റഡ് ആണ്. ലോകത്തോടെ തന്നെ എനിക്കൊരു ഭയങ്കരമായ ഒരു വിരക്തിയാണ്. കണ്ടല്ലോ, ഇവരാണ് ഈ മീഡിയക്കാരാണെന്നല്ല പറയുന്നത്, ഇവരല്ല, വേറെ ആൾക്കാരാ. ഞാൻ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അവരുടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർ ഒരു ജിമ്മിൽ വന്ന് ഇനോഗ്രേഷൻ ചെയ്തു, അതിനുശേഷം ഒരു മിഷൻ്റെ ഒരു ഇത് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഒരു ഷോൾഡർ പ്രസ്, അതായത് ഷോൾഡർ പ്രസ് ചെയ്യുന്ന മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ മേളിൽ വന്നിട്ട്, അതായത് ഷോൾഡർ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മേളിലോട്ട് പോകുമല്ലോ, അപ്പോൾ കൈ മേളിലോട്ട് പോകുന്ന സമയത്ത് മേളിലത്തെ ഭാഗം കിട്ടാനായിട്ട് ചിലവർ മേളിൽ ക്യാമറ വെച്ചുകൊണ്ട് വരുന്നു. അതൊക്കെ എന്തൊരു ചെറ്റത്തരമാണ്. ഞാനത് കുറേ പേര് ശ്രദ്ധിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് മേളിൽ കയറുന്ന ഒരു വീഡിയോ എടുക്കലെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതായത് സൈഡിൽ നിന്ന് എടുക്കാം, ഫ്രണ്ടിൽ നിന്ന് എടുക്കാം, ബാക്കിൽ നിന്ന് എടുക്കാം. അതിൻ്റെ മേളിൽ അത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ തലയുടെ മേളിൽ കൂടെ വന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് വളരെ വലിയൊരു തെണ്ടിത്തരം തന്നെയാണ്. എനിക്കറിയില്ല ഞാനിനിയിപ്പോൾ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിതുകൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാനിനി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നറിയില്ല. ഇതൊക്കെ എങ്ങനെ എന്താ പറയുക, ഐ ഡോണ്ട് നോ. ഇത്രയും ഒക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ജീവിക്കാൻ പേടിയാവുകയാണ്. എനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് എനിക്ക് ഞാൻ എവിടുന്നാണോ വന്നേ അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ എങ്ങനെയും കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കുന്നത്. ദയവ് ഇത് ഒരാളുടെ കരിയർ തന്നെ സ്പോയിൽ ചെയ്യുന്ന ടൈപ്പായിട്ടുള്ള ഇത് ദൈവത്തെ ഓർത്ത് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാതിരിക്കുക. അതായത് ഇവരെക്കുറിച്ച് അറിയാത്തവർക്ക്, ഇവർ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വന്നത്. ഇവരൊരു ഫീമെയിൽ ബോഡി ബിൽഡിംഗ് എന്നുള്ള സ്പോർട്ടേ എക്സ്പെൻസീവാണ്. ഈ ഒരു പ്രോട്ടീൻ പൗഡറൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ ഒരു മാസം ഒരു പ്രോട്ടീൻ പൗഡർ മേടിക്കാൻ തന്നെ ഒരു 5000-6000 രൂപ അടുപ്പിച്ച് ചിലവുണ്ട്. പിന്നെ മുട്ട, ചിക്കൻ, ഇവർക്കൊക്കെ ഇതേപോലത്തെ ഇവർ അത്യാവശ്യം നല്ല ഒരു ബോഡി ബിൽഡറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതേപോലത്തെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡയറ്റ് കീപ്പ് ചെയ്യണം. അത് ഡെയിലി വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് കീപ്പ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ അതായത് കുറേ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു ബോഡി ബിൽഡർ ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷന് തന്നെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതേപോലെ ഫീമെയിൽ, അതായത് ഒരു പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് ഇതേപോലത്തെ ഒരു ഇൻസ്പയറിങ് ടൈപ്പായിട്ടുള്ളൊരു ബോഡി ബിൽഡേഴ്സൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എൻകറേജിങ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇല്ലാണ്ടാക്കുന്ന ടൈപ്പായിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്തത് ചെയ്യാതിരിക്കുക. അതായത് പുള്ളിക്കാരി പോലും അറിയാണ്ടത് പുള്ളിക്കാരി ചെരുപ്പിടാനായിട്ടൊന്ന് കുഞ്ഞ സമയത്ത്
ഇതേപോലെ ക്യാമറയും തൂക്കി സൂം ചെയ്ത് വേണ്ടാത്ത സ്ഥലത്ത് സൂം ചെയ്ത് വീഡിയോസ് എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യുന്നത് എന്തൊരു മനുഷ്യത്വമില്ലാത്ത കാര്യമാണ്. അതായത് അതൊക്കെ പബ്ലിഷ് ചെയ്ത് അവരുടെ ഫാമിലി കാണുമ്പോഴത്തേക്കും അവരുടെ അവസ്ഥ എന്താ? ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇതേപോലെ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് ദേഷ്യം തോന്നില്ലേ? അതേപോലെയുള്ള പുള്ളിക്കാരിക്കും റെസ്പോൺസ്. അതായത് ആ പുള്ളിക്കാരി വ്യക്തമായി പറയുന്നുണ്ട്, എന്നെ പുള്ളിക്കാരിയുടെ കരിയർ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഓരോരോ വീഡിയോസ് ഇതേപോലെ പബ്ലിഷ് ചെയ്യാതിരിക്കുക. ഇതേപോലെ വേണ്ടാത്ത രീതിയിൽ, അതായത് പുള്ളിക്കാരി ഭയങ്കര വേറെ ടൈപ്പായിട്ടുള്ള ആളാകുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഓരോരുത്തർ വീഡിയോസ് ചെയ്തു വരുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേപോലെയുള്ള ഈ ഫീമെയിൽ ബോഡി ബിൽഡേഴ്സ് ഇനിയും വരണം, കേരളത്തിൽ നിന്ന് വരണം. കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സാധനം നല്ലൊരു ഇതാണ്. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇഷ്ടം പോലെ ഫീമെയിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷെ അങ്ങനെയുള്ള അവരെ വരുന്ന സമയത്ത് നമ്മൾ മോട്ടിവേറ്റ് ആണ് ചെയ്യേണ്ടത്. അത് ഇതേപോലെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇതേപോലെ അവരെ ഇല്ലാണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.